നമുക്കിന്നൊരു 2 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് പഴവും ഗോതമ്പൊടിയും വെച്ചാണ് നമ്മൾ ഇന്ന് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. ആദ്യമായിട്ട് ഞാനിവിടെ എടുക്കുന്നത് പഴമാണ്. ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാളയംകോടൻ പഴമാണ്. ഇതിൻ്റെ കളർ കണ്ടിട്ട് ആരും ഒന്നും തോന്നണ്ട, ഇത് നല്ലോണം പഴുത്ത പഴമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിയുമ്പം തൊലി കറുത്ത് കഴിയുമ്പോൾ കുട്ടികളാണേലും ആരും കഴിക്കാറില്ല. അങ്ങനെയുള്ള പഴം വെച്ചാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ ദാണ്ട് ഇങ്ങനെ ഇരിക്കും. ഇതിനകത്തോട്ട് നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാമേ. 2 കപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വലിയ തവി വെച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണെന്നുള്ളത് വെച്ചാൽ നിങ്ങൾ അതുപോലെ എടുക്കുക. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കി എടുക്കുമ്പോൾ ഇങ്ങനെ വരും. കുറവാണെങ്കിൽ ഇച്ചിരിയും കൂടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് നമുക്കൊന്നുകൂടെ കുഴച്ചെടുക്കാം. അതിൻ്റെ കൂടെ ശകലം ഉപ്പും ഇട്ട് കൊടുക്കണം. ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എടുക്കാൻ മറന്നുപോയി വീഡിയോ. അപ്പം ദാണ്ട് കുഴച്ച് കഴിയുമ്പോൾ ദാണ്ട് ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പാത്രത്തിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിന് എക്സ്ട്രാ മധുരം ഒന്നും ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള മധുരമുണ്ട്. ഈ മധുരം പോരാ, നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണമെന്നുള്ളവർ കുറച്ചുകൂടെ മധുരം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വല്ലതും ഇട്ട് കൊടുക്കാം. ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്കയും കൂടെ പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂണിനകത്ത് ഇങ്ങനെ എടുത്ത് ഇതുപോലെ എണ്ണയിലിട്ട് വറുത്തെടുക്കാമേ. നമുക്കിതുപോലെ ഓരോന്നായിട്ടിട്ട് മൂപ്പിച്ചെടുക്കാമേ. സിമ്മിലിട്ട് വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അതിനകം വേഗത്തില്ല, പുറം മാത്രമേ വേഗത്തുള്ളേ. ഇപ്പം നമ്മുടെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്, 2 ബ്രൗൺ കളറായി. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാമേ. എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് സിമ്മിലിട്ട് നമുക്ക് നല്ലോണം ഒന്നുകൂടെ മറുഭാഗം കൂടെ വറുത്തെടുക്കാമേ. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് 2 ഭാഗവും. ഇതിന് ഷേപ്പൊന്നും കാണത്തില്ല കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഉള്ളതാണേ. അപ്പം ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാമേ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ സാധനം സൂപ്പറാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇത് വീട്ടിലുണ്ടാക്കി നോക്കാൻ മറക്കല്ലേ.